ഇന്ന് നമ്മളിന്ന് പറയുന്ന വിഷയം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ സംഭവിക്കപ്പെടുന്ന നന്മ, തിന്മ, ദുരിതം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ്. എവിടെയാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ അയാളുടെ 27 വയസ്സിന് ശേഷമായിരിക്കും. അയാളുടെ ജീവിത പ്രാരാബ്ധങ്ങളെല്ലാം അയാളിലേക്ക് വരുന്നത് ആ വയസ്സ് കാലഘട്ടം മുതലാണ്. ആ വയസ്സ് മുതൽ അയാളുടെ ജന്മാന്തരങ്ങളുടെ ഫലങ്ങളെല്ലാം അയാൾ അനുഭവിക്കുമ്പോൾ അയാൾക്ക് വിജയിക്കപ്പെടാൻ പറ്റാതെ വരുന്നത് അയാളുടെ ജന്മനക്ഷത്രം കൊണ്ട് മാത്രമല്ല, ജന്മസമയത്തിന്റെ പ്രത്യേകതയും. ആ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ അയാളുടെ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന, ആ ജനിച്ച ശിശുവിന്റെ ജന്മരാശികളിൽ നിൽക്കുന്ന ആ സ്ഥാനത്തിന്റെ വിഷയമനുസരിച്ചുള്ള ബലാദികളും ശത്രുദോഷവും ഒക്കെ അതിനകത്ത് വരും. അപ്പൊ നീച ബലങ്ങൾ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണോ വരുന്നത് അവിടെയൊക്കെ അയാൾക്ക് നല്ല നന്മയും തിന്മയൊക്കെ പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ജനിച്ചപ്പോൾ ശുക്രദശയിലാണ് ജനിച്ചത്, ആ ശുക്രദശയിൽ ജനിച്ചിട്ട് എന്റെ ഫലം എന്താ ഇങ്ങനെയായെന്ന് ചോദിച്ചാൽ അയാൾ ജനിച്ച സമയത്ത് ശുക്രദശയിലായിരിക്കും ജനിച്ചിരിക്കുന്നത്. പക്ഷെ ആ ശുക്രദശയിൽ ശുക്രൻ നിൽക്കുന്ന നീചത്തിലാണോ അതോ ഉച്ചത്തിലാണോ എന്ന് ഒന്നും ആരും നോക്കുന്നില്ല. ജ്യോത്സ്യന്മാര് ശരിക്കും ജാതകം ഗണിക്കുമ്പോൾ ആ ജനിക്കുന്ന സമയത്തുണ്ടാകുന്ന ഗ്രഹനിലയെ ആസ്പദമാക്കിയിട്ടായിരിക്കും അവർ ഫലങ്ങളെല്ലാം പറയുന്നത്. നാഡീ സംബന്ധമായിട്ടുള്ള വിഷയാദികൾ എടുക്കുമ്പോൾ ആ നാഡിയില് അയാൾ എന്തുകൊണ്ട് ജനിച്ചു എന്നുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനാണ് വസിഷ്ഠ മഹർഷി നാരദനോട് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. നീ പോയ ജന്മത്തിൽ നീ ഏത് ഗ്രാമത്തിലാണ് ജനിച്ചത്, ആരുടെ പുത്രനായിട്ടാണ് ജനിച്ചത്, ആരുടെ ഗർഭപാത്രത്തിൽ നീ ജീവിച്ചു എന്നുള്ളതെല്ലാം നാരദനോട് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുത്തു. ഇത് അറിയുമ്പോൾ നമ്മൾ കഴിഞ്ഞുപോയ ജന്മങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള ഒരു ചരിത്രം നമുക്ക് കിട്ടും. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ഈ ജന്മത്തിൽ അറിഞ്ഞുകൊണ്ടൊരു പാപവും ആരോടും ചെയ്തിട്ടില്ല, എന്നിട്ടും എൻ്റെ വിധി എന്താ എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് നാഡിയിലൂടെയാണ്. അപ്പൊ നാഡിയിൽ എപ്പോഴും നമുക്ക് കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളുണ്ടെങ്കിൽ ആ ദുരിതങ്ങളെല്ലാം തീർത്ത് പോകാൻ സാധിക്കും. അപ്പൊ ഈ ജന്മത്തില് കർമ്മയോഗങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിച്ചു തീർത്തിട്ടുള്ള നന്മകളെ എനിക്ക് സാധിച്ചാൽ എങ്കിൽ ആ നന്മ ഗുണങ്ങൾ എനിക്ക് എങ്ങനെ ലഭിക്കുമെന്ന് കിട്ടുന്നത് വസിഷ്ഠ നാഡിയിലൂടെയാണ്. അപ്പൊ നാഡീശാസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒരു ഫലമാണ്. അപ്പൊ ആത്മാവ് ഏതൊക്കെ ജന്മം എടുത്തു എന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പൊ ആത്മാവ് ദേഹത്ത് ഇരിക്കുമ്പോഴാണ് ദേഹിയും ദേഹവും തമ്മിലുള്ള ഒരു ബന്ധം വരുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ അയാള് ദേഹവും ദേഹിയുമായി ബന്ധപ്പെട്ടുന്ന സമയത്ത് ചെയ്തു പോയ ആ ദുരിതം അല്ലെങ്കിൽ ആ പാപം എന്തൊക്കെയാണെന്ന് അയാൾക്ക് അറിയില്ല പുതിയ ജന്മം എടുക്കുമ്പോൾ. അപ്പൊ അതുമാണ് അങ്ങനെയുള്ള ആ കർമ്മയോഗങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ നാഡീശാസ്ത്രം എടുത്ത് വായിച്ച് അയാളെ കഥകൾ അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങളെല്ലാം നിർദ്ദേശിച്ച് അയാളെ നല്ല രീതികളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഈ ജന്മം സാധിക്കും. അങ്ങനെ ഈ ജന്മം അയാൾ നല്ല വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഫലമാണ് മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. നീ എന്തൊക്കെ ചെയ്യണം ഈ ജന്മത്തില്, എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് തന്റെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് യാത്രകൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അയാൾ യാത്ര ചെയ്യുമ്പോൾ അയാൾ സഞ്ചരിക്കുന്നത് മുമ്പോട്ടാണെങ്കിലും അയാളുടെ ചിന്തകളെല്ലാം പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ചിന്തകളെ നമ്മൾ നന്നാക്കി എടുക്കാൻ വേണ്ടി അയാൾ നല്ല യാത്രകൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിന് ഭാരം കുറയും, ഗുണം കിട്ടുകയും ചെയ്യും. അപ്പൊ എവിടേക്കാണ് ഞാൻ പോവേണ്ടതെന്നുള്ള ചോദ്യം വരും. ആ എവിടേക്കാണ് പോവേണ്ടെന്ന ചോദ്യത്തിനാണ് നാഡിയിലൂടെ മഹർഷി പറയുന്നത്, നീ ഇന്ന ദേശത്താണ് ജനിച്ചത്, ആ ദേശത്ത് നീ പോയി ദർശനം ചെയ്തു വന്നു കഴിഞ്ഞാൽ നിന്റെ പാപദോഷത്തിനുള്ള പരിഹാരത്തിന് തുടക്കമാകും. ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ പോയിട്ട് അവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ആ മഹർഷി പറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി തൊഴുത് വരുമ്പോഴായിരിക്കും നമ്മുടെ പാപകർമ്മത്തിനൊക്കെ പരിഹാരം തുടക്കമാകുന്നത് പറയുന്നു.